കോഴിക്കോട് കോർപ്പറേഷൻ കോടതി ഉത്തരവ് പോലും മറികടന്ന് ഭൂമാഫിയയ്ക്ക് പിന്തുണ നൽകുന്നതായി വിമർശനം. തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതിയും BJPയും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരും. ദിസ്ന, എന്താണ് ഈ വാർത്ത? പ്രധാനമായും കൃഷ്ണരാജ്, ഈ വാർത്ത നിരവധി തവണ ജനന്റെയെ തന്നെ കൊടുത്തതാണ്. അതിൽ പ്രധാനമായും 200-ലധികം ഏക്കർ വരുന്ന കണ്ടൽ ചതുപ്പ് നിലങ്ങളാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. അതായത് പ്രധാനമായും ഒരു പ്രധാന കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ ചതുപ്പ് നിലങ്ങളുള്ളത്. അവിടെ അനധികൃതമായി പലതരത്തിലുള്ള പരിപാടികളും നടക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിലടക്കം ഭൂമാഫിയ പ്രദേശത്തെ ഈ കണ്ടൽ കാടുകൾ നികത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ കണ്ടൽ കാടുകൾ നികത്താൻ അവിടെ എത്തുന്ന JCB ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രധാനമായും ഈ ട്രേഡ് സെന്ററിൽ ഇത്തരത്തിലുള്ള പാർട്ടി പരിപാടികൾ നടക്കുന്നു എന്ന് തന്നെയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പാർട്ടി പരിപാടികൾ നടത്തി. എന്നാൽ ഈ സ്ഥലത്ത് പാർട്ടി പരിപാടികൾ നടത്തരുത് എന്ന ഉത്തരവുണ്ട്, കോടതി ഉത്തരവുണ്ട്. എന്നാൽ ഈ കോടതി ഉത്തരവിനെ ഒന്നും തന്നെ മാനിക്കാതെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ കൺമുന്നിൽ ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ മുഖ്യ അതിഥിയായി എത്തേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയും ഈ പരിപാടിയിൽ അവിടെ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ കോടതി ഉത്തരവ് നിലനിൽക്കെ ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഈ കണ്ടൽക്കാടുകളൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണുള്ളത്. അത്തരത്തിലുള്ള ഉത്തരവുകളുണ്ട്. എന്നാൽ അതൊന്നും സംരക്ഷിക്കാതെ കോടതി ഉത്തരവുണ്ടായിട്ടും പരിപാടി നടക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.